ശ്രീ RB ബാബു, അങ്ങ് തന്നെ പറഞ്ഞു ഈ സിനിമയുടെ കളക്ഷനൊന്നുമല്ല, അല്ലെങ്കിൽ സിനിമ കളക്ഷൻ പരാജയപ്പെടുത്താൻ ഞങ്ങൾ ശ്രമിച്ചിട്ടില്ല, സിനിമ നിരോധിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ ചരിത്രത്തെ വളച്ചൊടിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ വരുന്നു, അത് ഒരു സമൂഹത്തെ വേദനിപ്പിക്കുന്നുവെങ്കിൽ അക്കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാകണം എന്നുള്ള നിർദ്ദേശമാണ് മുന്നോട്ട് വെച്ചതെന്ന് പറയുന്നത്. അതുതന്നെയാണോ ഇപ്പോഴും അങ്ങ് പറയുന്നത്? അതെ, അല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ. ഈ സിനിമ പിൻവലിക്കാനോ അല്ലെങ്കിൽ പിൻവലിച്ചത് കൊണ്ട് ഈ സിനിമ ഉണ്ടാക്കിയ ഡാമേജ് പരിഹരിക്കാൻ കഴിയുമെന്നോ ഒന്നും ഞങ്ങൾക്ക് വിശ്വാസമില്ല. ഈ സിനിമ ആൾറെഡി ഇറങ്ങിക്കഴിഞ്ഞു. ഇത് ഇറങ്ങിയ ഫസ്റ്റ് ഡേ തന്നെ ഈ സിനിമ ഉണ്ടാക്കിയ ഡാമേജ് പരിഹരിക്കാൻ ഇനി ആർക്കും സാധിക്കില്ല. പക്ഷെ ആ സിനിമ ഇറങ്ങാൻ പാടില്ലാത്തതായിരുന്നു എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ കാഴ്ചപ്പാട്. ഈ സിനിമ ഇത്തരത്തിലൊരു സിനിമ ഇറങ്ങാൻ പാടില്ലാത്തതായിരുന്നു. ഒരു വിഭാഗത്തെ ഏകപക്ഷീയമായി കുറ്റക്കാരാക്കിക്കൊണ്ട് സമൂഹത്തെ ഭിന്നിപ്പിക്കുന്ന തരത്തിൽ ഇവിടുത്തെ സംഘടിത ഇസ്ലാമിക വിഭാഗത്തിനുള്ളിൽ വീണ്ടും തങ്ങൾ വേട്ടയാടപ്പെട്ടു, ആ വേട്ടയാടപ്പെട്ടതിന്റെ ഓർമ്മകളെ കൊണ്ടുവരാൻ തക്ക രീതിയിൽ വീണ്ടും ഇത് സമൂഹത്തെ ഭിന്നിപ്പിക്കുന്ന ഒരു സിനിമയാണ്. ഒരു വിഭാഗത്തെ കുറ്റക്കാരാക്കി ചിത്രീകരിക്കുന്നതാണ്. അത് മാത്രമല്ല, ആ വിഭാഗത്തെ തെറ്റായി അവതരിപ്പിക്കുന്നതുമാണ്. ഇപ്പൊ കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ നോക്കിയാൽ അവരെ തെറ്റായി, ഹിന്ദുത്വ സംഘടനകളെ തെറ്റായി അവതരിപ്പിക്കുന്നതുമാണ്. അപ്പോൾ അങ്ങനെ ഗുരുതരമായ പ്രശ്നങ്ങളുള്ള ഒരു സിനിമ വരാൻ പാടില്ലായിരുന്നു എന്നതായിരുന്നു ഞങ്ങളുടെ കാഴ്ചപ്പാട്. ഇനിയിപ്പോ 2 മിനിറ്റോ 10 മിനിറ്റോ ഈ സിനിമ സെൻസർ ചെയ്തതുകൊണ്ട് ഈ സിനിമകളിൽ നിന്ന് എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമെന്നൊന്നും ഞങ്ങൾ കരുതുന്നില്ല. ഈ സിനിമ ഉണ്ടാക്കിയ ഡാമേജ് പരിഹരിക്കാൻ പറ്റുമെന്നും ഞങ്ങൾ കരുതുന്നില്ല. പക്ഷേ ചില ആളുകൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ലൂസിഫറുമായി താരതമ്യം ചെയ്യുമ്പോൾ ആ രീതിയിൽ മലയാളികളുമായി കണക്ട് ചെയ്യാനുള്ള ഭാഗങ്ങൾ സിനിമയിൽ കുറവായിരുന്നു. ഈ വിവാദങ്ങൾ വന്നതിന് ശേഷം എഡിറ്റഡ് എമ്പുരാൻ തിയേറ്ററുകളിൽ എത്തുന്നതിന് മുൻപ് ഒന്ന് പോയി കാണണമെന്ന് പറഞ്ഞ് വലിയൊരു ഹൈപ്പ് സിനിമയ്ക്ക് കിട്ടി, ഒരു മൈലേജ് കിട്ടി, അങ്ങനെ പറയുന്ന ആളുകളുണ്ട്. ആ രീതിയിൽ താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അല്ല, ഈ സിനിമയെ സംബന്ധിച്ച് ഞാൻ ഈ വരുന്നതിന് മുമ്പ് തന്നെ പൃഥ്വിരാജ് ഈ സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് പറയുന്നുണ്ട്. മുമ്പ് പൃഥ്വിരാജിന്റെ ഒരു വീഡിയോ ഇറങ്ങിയിരുന്നു. അതായത് ഇത് സയ്യിദിന്റെ പശ്ചാത്തലം പറയാൻ പോകുന്നൊരു സിനിമയാണ്. സയ്യിദ് എങ്ങനെ സയ്യിദായി എന്നുള്ളതിന്റെ പശ്ചാത്തലം ഈ സിനിമയുടെ പിന്നാമ്പുറത്തുകൂടി മനസ്സിലാവും. ആ പശ്ചാത്തലമായിരിക്കും ലൂസിഫർ 2 വരുന്നത് എന്ന്. അപ്പൊ സയ്യിദ് എങ്ങനെ സയ്യിദായി എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല ആരും ഈ ഗുജറാത്ത് കലാപവുമായിട്ട് ബന്ധപ്പെട്ടാണ് വരുന്നത് എന്ന്. ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ഇപ്പൊ ഗോദ്രയിലെ സംഭവിച്ച ആ സംഭവത്തിൽ നിന്നും പ്രതികാരം ഉൾക്കൊണ്ടുകൊണ്ട് ഒരാൾ വന്ന് ഏതെങ്കിലും ഒരു മുസ്ലിം നേതാവിനെ ഇത്തരത്തിൽ കൊല്ലുന്നു എന്നുള്ളൊരു, അല്ലെങ്കിൽ ആക്രമിക്കുന്നു, അവരെ വില്ലന്മാരായിട്ട് ചിത്രീകരിക്കുന്നു എന്നൊരു സിനിമയാണ് വരുന്നതെങ്കിൽ അത് ഇസ്ലാമോഫോബിയ എന്ന മുദ്രകുത്തി നിങ്ങളൊക്കെ ആക്ഷേപിക്കുമായിരുന്നില്ലേ? സംഘപരിവാറിന്റെ ഇസ്ലാമോ ഫോബിയ അതിലൂടെ കടത്തിവിടാൻ ശ്രമിക്കുകയാണ്. മുസ്ലിങ്ങൾക്കെതിരെ ഗോദ്രയല്ല ചർച്ച ചെയ്യേണ്ടത്, ഗുജറാത്ത് കലാപമായിരുന്നില്ലേ എന്നായിരിക്കില്ലേ നിങ്ങളുടെ കമന്റ്? ഇത്തരത്തിൽ സമൂഹത്തിൽ ഭിന്നത ഉണ്ടാക്കാൻ പാടില്ലായിരുന്നല്ലോ. സമൂഹത്തിൽ ഭിന്നത ഉണ്ടാക്കാൻ പ്രത്യേകിച്ച് മോഹൻലാലിനെ പോലെ പ്രധാനപ്പെട്ട ഒരു നടൻ അഭിനയിക്കുന്ന സിനിമയെ ഉപയോഗിച്ചുകൊണ്ട് സമൂഹത്തിൽ ഭിന്നത ഉണ്ടാക്കാൻ പാടില്ലായിരുന്നു. ഓൾറെഡി ഡാമേജ് ഹാസ് ഓൾറെഡി ഡൺ. അത് സംഭവിച്ചു കഴിഞ്ഞു. ഇനി ഇത് ആർക്കും തിരുത്താൻ സാധ്യമല്ല. ഇനി 2 മിനിറ്റ് മാറ്റി 2 മിനിറ്റ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പറഞ്ഞു വെച്ചാൽ ഈ സിനിമ ഏകപക്ഷീയമായിട്ട് അവതരിപ്പിച്ചതോട് കൂടിയിട്ട് മറച്ചുവെച്ച ചരിത്രത്തെ വീണ്ടും പുറത്തേക്കിട്ടു. ഗുജറാത്തിലെ മറച്ചുവെച്ച ചരിത്രമുണ്ട്. ഗോദ്ര നിങ്ങൾ ഉൾപ്പെടെ ഒരൊറ്റ ആളും ചർച്ച ചെയ്യാത്തൊരു വിഷയമാണ്. ഗോദ്രയിൽ എന്ത് സംഭവിച്ചു? ഗോദ്രയിൽ 10 കുട്ടികൾ വെന്തരിയും 22 സ്ത്രീകൾ വെന്തരിഞ്ഞു. ആ സംഭവത്തിന് ഉത്തരവാദികൾ ആരാണ്? അവർ കുറ്റക്കാരാണെന്ന് കണ്ട് ശിക്ഷിച്ച ആ സംഭവം നാളിതുവരെ നമ്മുടെ സമൂഹത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. RB ബാബു, ഇതൊരു സിനിമയാണല്ലോ, ഇതൊരു ഫിക്ഷൻ ആണല്ലോ, ഇതൊരു സംവിധായകനല്ലേ, അദ്ദേഹത്തിന് എന്ത് പറയണം, എപ്പോൾ മുതൽ പറയണം, എങ്ങനെ പറയണമെന്ന്. ഇതിൽ അങ്ങനെ പറയുകയാണെങ്കിൽ ഇതിലെവിടെയും ഇത് പശ്ചാത്തലം ഗുജറാത്ത് ആണെന്നോ ഇത് ഗോദ്രയാണെന്നോ അങ്ങനെയൊന്നും പറയുന്നില്ല. പരാമർശങ്ങളിൽ ആ സ്ഥലം അല്ലെങ്കിൽ ആ പേരുകളൊന്നും വരുന്നില്ല. നമ്മൾ എന്തിനാണ് ഇങ്ങനെ ഈ വസ്തുതകളെ മറച്ചു വെക്കുന്നത്? ഇത് സിനിമയാണ് എന്നുണ്ടെങ്കിൽ സിനിമ എന്തുകൊണ്ടാണ് കണ്ട ആളുകൾക്ക് ഈ സിനിമ ഗുജറാത്ത് പശ്ചാത്തലത്തിലെടുത്ത സിനിമയാണ് എന്ന് മനസ്സിലാവാത്ത തരത്തിലാണോ സിനിമ എടുത്തിരിക്കുന്നത്? അല്ലല്ലോ. 2002 എന്തിനാണ് ട്രെയിൻ കത്തിയ സംഭവത്തിന്റെ വിഷ്വൽസ് കാണിക്കുന്നത്? എന്തിനായിരുന്നു കാണിച്ചത്? എന്തിനാണ് ഗുജറാത്തിലെ ഒരു വിഭാഗം ആളുകളെ കൂട്ടക്കൊല ചെയ്യുന്നതിന്റെ ഭാഗം കാണിച്ചത്? ബാബ ബജരംഗ് മലയാളിയല്ലല്ലോ, ബാബ ബജരംഗ് ഗുജറാത്തിയാണല്ലോ. അയാളെ കേരളത്തിലേക്ക് ഇനി അത് പോട്ടെ, ആ ഗുജറാത്ത് കലാപം തീർന്നു. അതേ കഥാപാത്രങ്ങളെ തന്നെ കേരളത്തിലേക്ക് പറിച്ചു നട്ടത് എന്തിനായിരുന്നു? ഇവര് ഡ്രഗ് ട്രാഫിക്കിനെതിരായിട്ടും അല്ലെങ്കിൽ നക്കോട്ടിക്സിന്റെ ബിസിനസിനെതിരായിട്ടാണ് മോഹൻലാലിന്റെയും ടീമും ഒക്കെ ലൂസിഫർ 1 വലിയ തോതിൽ പ്രതിരോധം ഉണ്ടാക്കിയത്. ഈ സിനിമയിലും മറ്റ് രാജ്യങ്ങളിലൊക്കെ ഡ്രഗിനെതിരായിട്ടുള്ള യുദ്ധമാണ് കാണിക്കുന്നത്. കേരളത്തിൽ
ആ ഡ്രഗിനെതിരായിട്ടുള്ള യുദ്ധമാണെന്നുണ്ടെങ്കിൽ അതിൽ ഹിന്ദുത്വ സംഘടനകൾക്ക് എന്താ പങ്ക്? എന്ത് പങ്കാണ് അതിനകത്തുള്ളത്? യഥാർത്ഥത്തിൽ കെ ടി ജലീൽ ഉന്നയിച്ച ആരോപണം എന്തായിരുന്നു? ആരാണ് ഈ ഡ്രഗ് ട്രാഫിക്കിങ്ങിന്റെ പുറകിൽ പ്രവർത്തിക്കുന്നത് എന്ന് കെ ടി ജലീൽ ആരെക്കുറിച്ചാണ് പറഞ്ഞത്? അപ്പോൾ വസ്തുതകളെ തെറ്റായിട്ട് അവതരിപ്പിക്കുന്നു. ഇത് ശരിയായിട്ടുള്ളൊരു മാർഗമാണോ? അപ്പോ ഇതിനെ നമുക്ക് കണ്ണടച്ചിരുട്ടാക്കാം എന്ന് ആരും വിചാരിക്കരുത്. ഈ സിനിമ എന്താണ് പറയാൻ ശ്രമിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ പദവിയൊക്കെ പിൻവലിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കത്തൊക്കെ പോയിട്ടുണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക്. അങ്ങനെ ഒരു ആവശ്യം ഹിന്ദു ഐക്യവേദിക്കുമുണ്ടോ? കത്തയക്കാനും സിനിമയെ ബഹിഷ്കരിക്കാൻ ആഹ്വാനം കൊടുക്കാനും ഒക്കെ ഒരു നമ്മുടെ നാട്ടിലെ സമൂഹ മാധ്യമങ്ങളിലെ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ട് ഓരോ വ്യക്തിക്കും അവരുടേതായിട്ടുള്ള പ്രതിഷേധം രേഖപ്പെടുത്താൻ സാഹചര്യം നിലനിൽക്കുന്ന ഒരു കാലഘട്ടമാണിത്. സംഘടനകൾ ഒന്നും തന്നെ ഈ സിനിമ പിൻവലിക്കണമെന്നോ സിനിമ നിരോധിക്കണമെന്നോ സിനിമ സെൻസർ ചെയ്യണമെന്നോ മോഹൻലാലിന്റെ കേണൽ പദവി പിൻവലിക്കണമെന്നോ ഏതെങ്കിലും ഒരു സംഘടനാ നേതാവിനെ അല്ലെങ്കിൽ ഒരു സിനിമാ സംവിധായകനെതിരെയായിട്ടുള്ള ആക്രമിക്കണം ഒന്നും പറഞ്ഞിട്ടില്ല. തീർച്ചയായിട്ടും RV ബാബു അങ്ങയുടെ മറുപടി വളരെ കൃത്യമാണ്. അത്തരമൊരു നീക്കം ഒന്നും തന്നെ ഹിന്ദു ഐക്യവേദിക്ക് ഇല്ല എന്ന് തന്നെയാണ് അങ്ങ് പറഞ്ഞു വെക്കുന്നത്.